കോഴിക്കോട് മുക്കത്ത് സമരാനുകൂലികൾ കടകൾ അടപ്പിച്ചു. മുക്കം മാൾ ഉൾപ്പെടെയാണ് അടപ്പിച്ചത്. ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മുക്കം പോസ്റ്റ് ഓഫീസിലേക്കും മാർച്ച് നടത്തി. ദൃശ്യ പുതിയടത്ത് വിവരങ്ങൾ നൽകും. ദൃശ്യമായി നിർബന്ധിച്ച് കടകൾ അടപ്പിക്കുന്നത് സംഘർഷങ്ങൾക്കും വാക്കുതർക്കങ്ങൾക്കുമൊക്കെ കാരണമാകുന്നുണ്ടോ? ദിവ്യ, കോഴിക്കോട് നഗരത്തെ അപേക്ഷിച്ച് മുക്കം ഭാഗത്താണ് കൂടുതലായും ഈ കടകൾ പൂട്ടിക്കുന്നതും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടുവരുന്നത്. ഇപ്പോൾ മുക്കം സിവിൽ സ്റ്റേഷൻ പൂട്ടിച്ചു. ഈ AEO ഓഫീസിൽ ജീവനക്കാരുമായി തർക്കം എന്നുള്ളൊരു വാർത്ത കൂടി, പ്രതിഷേധക്കാരും ജീവനക്കാരും തമ്മിൽ തർക്കം എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ മുക്കം മാർക്കറ്റിലെത്തി മീൻകടകൾ അടപ്പിക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടായിരുന്നു. ഈ കടകൾ അടച്ചില്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമടക്കം ഭീഷണിപ്പെടുത്തിയൊന്നും അവിടെയുള്ള കടയിലെ ജീവനക്കാർ പറയുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ മാളുകൾ അടപ്പിക്കുന്ന തരത്തിലേക്കും വാഹനങ്ങൾ തടയുന്ന തരത്തിലേക്കുമുള്ള ഈ പ്രതിഷേധമൊക്കെ മുക്കം ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. ഇത് കൂടാതെ ഈ പോസ്റ്റ് ഓഫീസ് മാർച്ച് അടക്കം ഈ സമരാനുകൂലികൾ നടത്തുന്നുണ്ട്. എന്തായാലും ഈ കോഴിക്കോട് നഗരത്തെ അപേക്ഷിച്ച് മുക്കം ഭാഗത്താണ് കൂടുതലായും ഈ വാഹനങ്ങൾ തടയുന്നതടക്കമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധക്കാരുമായി ഈ ജീവനക്കാരുമായി ഈ ബാങ്കുകളൊക്കെ അടപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അവിടുത്തെ ജീവനക്കാരുമായി വാക്കുതർക്കത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട്. ദിവ്യ, ദൃശ്യ കോഴിക്കോട് നഗരത്തിലൊക്കെ എന്താണ് അവസ്ഥ? കോഴിക്കോട് നഗരത്തിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് KSRTC സർവീസുകളൊക്കെ തന്നെ ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഈ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ KSRTC സ്റ്റാൻഡിൽ അല്പസമയം മുൻപ് ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായിരുന്നു. ഈ ജീവനക്കാർ വാഹനം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടത് സമരാനുകൂലികൾ വന്ന് തടയുന്നൊരവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കോഴിക്കോട് നഗരത്തിലെ സ്ഥിതി ഏറെക്കുറെ ശാന്തമാണ്. സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ട് എന്നല്ലാതെ KSRTCയും ഈ സ്വകാര്യ ബസ്സുകളൊക്കെ ഇപ്പോൾ നിർത്തിവെച്ചിട്ട് തന്നെയാണുള്ളത്. ഇത് കൂടാതെ തന്നെ കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സമരാനുകൂലികൾ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ദിവ്യ, ശരി, കോഴിക്കോടും ഏറെക്കുറെ ഹർത്താൽ പൂർണ്ണം തന്നെയാണ്. KSRTC സർവീസ് ഒന്നും നടത്തുന്നില്ല. അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളും വളരെ കുറവാണ്. വിവിധയിടങ്ങളിലായി ബസ്സുകൾ തടഞ്ഞതൊക്കെ ചെറിയ സംഘർഷങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ട്. കോഴിക്കോട് മുക്കത്താണ് സമരാനുകൂലികൾ കടകളൊക്കെ നിർബന്ധിച്ച് അടപ്പിച്ചത്. മുക്കം മാൾ ഉൾപ്പെടെയുള്ളവ അടപ്പിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സമരസമിതിയുടെയൊക്കെ നേതൃത്വത്തിൽ മുക്കം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ദൃശ്യയാണ് വിവരങ്ങൾ നൽകിയത്.